സ്വാഗതം. ഞാൻ മിനി, തിരുവനന്തപുരം കരകുളം ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ FTCP കൈകാര്യം ചെയ്യുന്ന അധ്യാപികയാണ്. ഇന്നത്തെ ഈ വീഡിയോയിൽ യൂണിറ്റ് 1 ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന പാഠഭാഗമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ഇപ്പോൾ ഡിജിറ്റൽ യുഗത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള പഠനം എത്രത്തോളം പ്രാധാന്യമർഹിക്കുന്നു എന്ന് ഊഹിക്കാമല്ലോ. നിത്യേന ഒട്ടനവധി ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നാം ഉപയോഗിക്കാറുണ്ട്, അല്ലേ? ഒരു ഉദാഹരണം പറയാമോ ഡിജിറ്റൽ ഇലക്ട്രോണിക് ഉപകരണത്തിന്? അതെ, സ്മാർട്ട് ഫോൺ തന്നെ. ഇന്ന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ഉപകരണമാണ് നമ്മൾ ഏവരും ഉപയോഗിക്കുന്ന സ്മാർട്ട് ഫോൺ. ഇനി എന്താണ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്ന് നോക്കാം. എങ്ങനെ ഡിഫൈൻ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് എന്നാൽ ഡിജിറ്റൽ സിഗ്നലുകളുടെ പഠനവും അവ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന ഉപകരണങ്ങളുടെ എഞ്ചിനീയറിംഗ് ഉൾപ്പെടുന്ന ഇലക്ട്രോണിക് മേഖലയാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്പർ സിസ്റ്റം, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട് എന്നിവയെക്കുറിച്ച് കൂടുതൽ പഠിക്കേണ്ടിയിരിക്കുന്നു. ആയതിനാൽ നമുക്ക് ഇവയെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കാം. ബേസിക്സ് ഓഫ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് represent signals by discrete bands of analog levels rather than continuous range. There are only two signal levels, 0 and 1. Circuits which work on this is called as ലോജിക് സർക്യൂട്ട്സ്. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് കണ്ടിന്യൂസ് സിഗ്നൽ റേഞ്ചിന് പകരം അനലോഗ് സിഗ്നൽ ലെവലിൻ്റെ ഡിസ്ക്രീറ്റ് ബാൻഡുകളാൽ സിഗ്നലുകളെ പ്രതിനിധീകരിക്കുന്ന മേഖലയാണ്. ഇതിൽ 2 തരം സിഗ്നൽ ലെവലുകളുണ്ട്, 1 and 0. ഇതിനെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന സർക്യൂട്ടുകളെ ലോജിക് സർക്യൂട്ട് എന്ന് പറയുന്നു. Digital electronic circuits operate with the voltages of 2 logic levels, namely logic low and logic high. അതായത് ഡിജിറ്റൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകൾ ലോജിക് ലോ, ലോജിക് ഹൈ എന്നിങ്ങനെ 2 ലോജിക് ലെവലിൻ്റെ വോൾട്ടേജുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നവയാണ്. ലോജിക് ലോയുമായി ബന്ധപ്പെട്ട വോൾട്ടേജ് 0യെ പ്രതിനിധീകരിക്കുന്നുവെങ്കിൽ ലോജിക് ഹൈ 1നെയാണ് പ്രതിനിധീകരിക്കുന്നത്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചുള്ള പഠനത്തിൽ നമ്പർ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമുക്ക് നമ്പർ സിസ്റ്റത്തിനെ കുറിച്ച് കൂടുതൽ പഠിക്കാം. എ നമ്പർ ഈസ് എ സിമ്പൽ വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് എ ക്വാണ്ടിറ്റി ഓർ എമൗണ്ട്. അതായത് ഒരു അളവിനെ പ്രതിനിധാനം ചെയ്യുന്ന സിമ്പിളിനെയാണ് നമ്മൾ നമ്പർ എന്ന് വിളിക്കുന്നത്. നമ്പർ സിസ്റ്റം എന്നാലോ? നമ്പർ സിസ്റ്റം ഈസ് ആൻ ഓർഗനൈസ്ഡ് ആൻഡ് സിസ്റ്റമാറ്റിക് വേ ഓഫ് റെപ്രസെൻറ്റിംഗ് നമ്പേഴ്സ്. അതായത് സംഖ്യകളെ പ്രതിനിധീകരിക്കുന്നതിനുള്ള ചിട്ടയായ മാർഗമാണ് നമ്പർ സിസ്റ്റം. ഇനി ബേസ് എന്താണെന്ന് നോക്കാം. ബേസ് ഈസ് ദ നമ്പർ ഓഫ് സിമ്പിൾസ് വിച്ച് ഈസ് അവൈലബിൾ ടു എ നമ്പർ സിസ്റ്റം ഓർ ദ നമ്പർ സിസ്റ്റം വിച്ച് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ദ എമൗണ്ട് ഓർ ക്വാണ്ടിറ്റി ഇൻ എ നമ്പർ സിസ്റ്റം ഈസ് നോൺ ആസ് ബേസ്. അതായത് ഒരു നമ്പർ സിസ്റ്റത്തിന് ലഭ്യമായ സിമ്പലുകളുടെ എണ്ണമാണ് ബേസ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഒരു നമ്പർ സിസ്റ്റത്തിലെ ക്വാണ്ടിറ്റി പ്രകടിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സിമ്പലുകളുടെ എണ്ണമാണ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിറ്റ്സ് ബൈനറി നമ്പേഴ്സ് ആർ മെയ്ഡ് ഓഫ് ബൈനറി ബിറ്റ്സ്. ബിറ്റ്സ് ഉപയോഗിച്ചാണ് ബൈനറി നമ്പർ നിർമ്മിച്ചിരിക്കുന്നത്. നിബിൾ എന്നാൽ 4 ബിറ്റുകൾ ചേർന്നാണ് ഒരു നിബിൾ ഫോം ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ബൈറ്റ് എന്നാൽ 8 ബിറ്റുകൾ ചേർന്ന ഗ്രൂപ്പിനെയാണ് നമ്മൾ ബൈറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ പിരമിഡ് നോക്കാം. പിരമിഡിൽ ആദ്യം ഏറ്റവും മുകളിൽ കാണുന്ന ബിറ്റ്സ് 0 and 1, അതായത് 0 and 1. ഒരു നിബിൾ എന്ന് പറയുന്നത് 4 ബിറ്റുകൾ ചേർന്നതാണ്. അപ്പോൾ ഒരു ബൈറ്റ് എന്നാലോ? ഒരു ബൈറ്റ് എന്നാൽ 8 ബിറ്റുകൾ ചേർന്നതാണ്. ഒരു കിലോ ബൈറ്റ് എന്നാലോ? 1024 ബൈറ്റുകൾ ചേർന്നതാണ്. ഒരു മെഗാബൈറ്റ് അഥവാ 1 MB എന്നത് 1024 കിലോ ബൈറ്റ് ചേർന്നതാണ്. ഒരു ജിഗാബൈറ്റ് എന്നത്
1024 മെഗാബൈറ്റ് ചേർന്നതാണ്. ഒരു ടെറാബൈറ്റ് എന്നാൽ 1024 ജിഗാബൈറ്റ് ചേർന്നതാണ്. ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം. There are 4 types of number system. First one is binary number system, second one is decimal number system, third one is octal number system, and fourth is hexadecimal number system. First one, binary number system. This number system have 2 symbols to represent the numbers. The symbols are 0 or 1. It has the base 2. ബൈനറി നമ്പർ സിസ്റ്റത്തിൽ 2 നമ്പറുകളാണ് കൂടുതലായി റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്, 0 1. ബൈനറി നമ്പർ സിസ്റ്റത്തിൻ്റെ ബേസ് എന്നാൽ 2 ആണ്. അടുത്തത് ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇൻ ദിസ് നമ്പർ സിസ്റ്റം 10 symbols are used to represent the numbers. The 10 symbols are 0, 1, 2, 3 up to 9. This number system is also known as Arabic numerals. It has base 10. Next one is octal number system. This number system have 8 symbols to represent the numbers. The symbols are 0, 1, 2, 3, 4, 5, 6 and 7. It has base 8. Next one is hexadecimal number system. This number system have 16 symbols to represent the numbers. The symbols are 0, 1, 2, 3, 4, 5, 6, 7, 8, 9 and A, B, C, D, E and F. It has base 16. This shows the total number systems and its bases. This table represents the comparison of all the number system. First table has binary numbers, second has decimal numbers, third has octal numbers and fourth is hexadecimal numbers. ഒന്നാമത്തെ ടേബിളിൽ 0, 1 ബൈനറി നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്ന 0, 1 കാണുന്നത്. രണ്ടാമത്തെ ടേബിളിൽ ഡെസിമൽ നമ്പർ 0 മുതൽ 9 വരെയുള്ള ഡെസിമൽ നമ്പറാണ് കാണുന്നത്. മൂന്നാമത്തെ ടേബിൾ ഒക്ടൽ നമ്പറുകളായ 0, 1, 2 മുതൽ 7 വരെ നീളുന്ന ഒക്ടൽ നമ്പേഴ്സ്. ബ്രാക്കറ്റിൽ കാണുന്നത് ഓരോ ഒക്ടൽ നമ്പറിനും ഇക്വിവലൻ്റായ ബൈനറി നമ്പേഴ്സിനെയാണ് ബ്രാക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അടുത്ത ടേബിൾ ഹെക്സാഡെസിമൽ നമ്പേഴ്സ്. ഹെക്സാഡെസിമൽ നമ്പർ നേരത്തെ പറഞ്ഞതുപോലെ 0, 1 മുതൽ 9 വരെ എത്തി പിന്നെ A, B, C, D, E, F വരെ നീളുന്നു. ഇവിടെ ബ്രാക്കറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഓരോ ഹെക്സാഡെസിമൽ നമ്പറിനും ഇക്വലൻ്റായിട്ടുള്ള ബൈനറി നമ്പേഴ്സിനെയാണ്. അടുത്തത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറായി എങ്ങനെ കൺവേർട്ട് ചെയ്യാം എന്നതിനെക്കുറിച്ചാണ്. ഇവിടെ 25 എന്ന ഡെസിമൽ നമ്പറിനെ എങ്ങനെയാണ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് നമുക്ക് നോക്കാം. 25 എന്ന നമ്പറിനെ റിമൈൻഡർ 1 അല്ലെങ്കിൽ 0 വരുന്നത് വരെ തുടർച്ചയായി 2 കൊണ്ട് ഹരിക്കുക. ഓരോ ഹരണത്തിന് ശേഷവും വരുന്ന റിമൈൻഡറുകളെ വലതുവശത്തായി എഴുതിയിരിക്കുന്നത് കാണാമല്ലോ. ഈ വിധത്തിൽ എഴുതിയ റിമൈൻഡറുകളെ താഴെ നിന്ന് മുകളിലേക്ക് വരുന്ന വിധത്തിൽ നിരയായി എഴുതിയിരിക്കുന്നു. അതായത് 25 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റായി കിട്ടിയ ബൈനറി നമ്പർ നമുക്ക് എങ്ങനെ കാണാം? താഴെ നിന്ന് മുകളിലോട്ട് നോക്കുമ്പോൾ 1, 1, 0, 0, 1 എന്ന ബൈനറി നമ്പറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈ ബൈനറി നമ്പറാണ് 25 എന്ന ഡെസിമൽ നമ്പറിന് ഇക്വലൻ്റായി വരുന്നത്. അടുത്തത് ബൈനറി ടു ഡെസിമൽ കൺവേർഷനാണ്. ബൈനറി നമ്പറിനെ എങ്ങനെയാണ് ഡെസിമൽ നമ്പറായി കൺവേർട്ട് ചെയ്യപ്പെടുന്നത്? ഇവിടെ തന്നിരിക്കുന്ന ബൈനറി നമ്പർ എന്ന് പറയുന്നത് 1, 1, 0, 0, 1 എന്ന നമ്പറാണ്. ഈ സംഖ്യകളെ 2ൻ്റെ മൾട്ടിപ്പിൾ കൊണ്ട് ഗുണിച്ച് ആകെ തുക കാണുന്നു. അത്തരം രീതിയാണ് അവലംബിച്ചിരിക്കുന്നത്. അതായത് 1, 1, 0, 0, 1 എന്ന ബൈനറി നമ്പറുകളുടെ ഒറ്റ സ്ഥാനത്തെ സംഖ്യയെ
2⁻0 കൊണ്ട് ഗുണിക്കുന്നു. 10ാം സ്ഥാനത്തെ സംഖ്യയെ 2⁻1 കൊണ്ട് ഗുണിക്കുന്നു. 100ാം സ്ഥാനത്തെ സംഖ്യയെ 2⁻2 കൊണ്ട് ഗുണിക്കുന്നു. 1000ാം സ്ഥാനത്തെ സംഖ്യയെ 2⁻3 കൊണ്ട് ഗുണിക്കുന്നു. ഈ വിധത്തിൽ തുടർച്ചയായി ഗുണിച്ച സംഖ്യകളുടെ ആകെത്തുകയാണ് ഈ 11001 എന്ന ബൈനറി നമ്പറിന് ഇക്വലൻ്റായി കിട്ടുന്ന ഡെസിമൽ നമ്പർ. അതായത് നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കിട്ടുന്നത് 25 എന്ന ഡെസിമൽ നമ്പറാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക 11001 എന്ന ബൈനറി നമ്പറിന് ഇക്വലൻ്റായ ഡെസിമൽ നമ്പർ 25 എന്നതാണ്. ഈ വിധത്തിൽ നമുക്ക് ബൈനറിയെ ഡെസിമലായി കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അടുത്തത് ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ. എങ്ങനെയാണ് ബൈനറി നമ്പറിനെ ഒക്ടലായി കൺവേർട്ട് ചെയ്യുന്നത്? ടേക്ക് ദ ബൈനറി നമ്പർ ആൻഡ് ഫ്രം റൈറ്റ് ടു ലെഫ്റ്റ് ഗ്രൂപ്പ് ആൾ പ്ലേസ് ഹോൾഡേഴ്സ് ഇൻ ട്രിപ്ലറ്റ്സ്. ആഡ് ലീഡിംഗ് സീറോസ് ഇഫ് നെസസറി. അതായത് ഇവിടെ തന്നിരിക്കുന്ന നമ്പറുകൾ 110 10 110 എന്ന ബൈനറി നമ്പറിനെ നമ്മൾ എങ്ങനെയാണ് ഒക്ടലാക്കി മാറ്റുന്നതെന്ന് നോക്കാം. തന്നിരിക്കുന്ന ബൈനറി നമ്പറിനെ 3 ബിറ്റുകൾ വീതം വരുന്ന ഒക്ടേറ്റുകളാക്കി വലതു നിന്ന് ഇടത്തോട്ട് തിരിക്കുക. അവസാന ബിറ്റുകളായ 1 1 എന്ന ബിറ്റുകളുടെ ഇടതുവശത്ത് ഒരു 0 കൂടി ചേർത്ത് 3 ബിറ്റുള്ള ഒക്ടേറ്റാക്കി മാറ്റുക. അതിനുശേഷം ഈ ഒക്ടേറ്റിന് അനുബന്ധമായ നമ്പർ രേഖപ്പെടുത്തുക. ഇവിടെ 326 എന്ന ഒക്ടേറ്റ് നമ്പറാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതായത് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് 110101010 എന്ന ബൈനറി നമ്പറിന് ഇക്വലൻ്റായിട്ടുള്ള ഒക്ടേറ്റ് നമ്പർ എന്ന് പറയുന്നത് 326 ആണ്. അടുത്തത് ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. നമ്മൾ നേരത്തെ ബൈനറി ടു ഒക്ടൽ കൺവേർഷൻ പഠിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ബൈനറി ടു ഹെക്സാഡെസിമൽ കൺവേർഷൻ. ഒരു വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ബൈനറിയെ 4 വീതം വരുന്ന ബിറ്റുകളായി വലതു നിന്ന് ഇടതോട്ട് തിരിക്കുന്നു. ശേഷം ഓരോ ബൈറ്റിനും അനുബന്ധമായി നമ്പർ രേഖപ്പെടുത്തുന്നു. ഇവിടെ നമുക്ക് ലഭിച്ചിരിക്കുന്ന നമ്പർ എന്താണ്? B35 എന്ന ഹെക്സാഡെസിമൽ നമ്പറാണ് കിട്ടുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നത് നമ്പറുകൾ 0 മുതൽ 9 വരെയും അത് കഴിഞ്ഞാൽ ABCDEF എന്നീ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുക എന്നത് വളരെ ശ്രദ്ധയോടെ ഓർക്കേണ്ട കാര്യമാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ബൂളിയൻ ആൾജിബ്രയാണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൽ വളരെ പ്രധാനപ്പെട്ട റോളാണ് ബൂലിയൻ ആൾജിബ്രയ്ക്കുള്ളത്. എന്താണെന്ന് നോക്കാം. Boolean algebra is the mathematics we use to analyze digital gates and circuits. അതായത് ഡിജിറ്റൽ ഗേറ്റുകളും സർക്യൂട്ടുകളും വിശകലനം ചെയ്യാൻ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്സ് ആണ് ബൂളിയൻ ആൾജിബ്ര. We can use Boolean laws to both reduce and simplify a complex Boolean expression in an attempt to reduce the number of logic gates required. ആവശ്യമായ ലോജിക് ഗേറ്റുകളുടെ എണ്ണം കുറയ്ക്കുന്നതിനുള്ള ശ്രമത്തിൽ സങ്കീർണമായ ബൂളിയൻ എക്സ്പ്രഷൻ കുറയുന്നതിന് ലളിതമാക്കുന്നതിനും നമുക്ക് ബൂളിയൻ നിയമങ്ങൾ ഉപയോഗിക്കാം. Circuits need design which can be done by some set of equations called Boolean equation and a variable is called Boolean variable. അതായത് ഓരോ സർക്യൂട്ടിനും ഓരോ ഡിസൈൻ ആവശ്യമാണ്. ചില സമവാക്യങ്ങൾ ഉപയോഗിച്ച് ഇത് നമുക്ക് ചെയ്യാൻ കഴിയും. ഇത്തരം സമവാക്യങ്ങളെ ബൂളിയൻ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. കൂടാതെ ഈ സമവാക്യത്തിൽ ഉപയോഗിക്കുന്ന വേരിയബിളിനെ ബൂളിയൻ വേരിയബിൾ എന്നും പറയുന്നു. ഉദാഹരണമായി എ എന്ന 1 എന്ന സിഗ്നൽ ലെവലിനെ റെപ്രസെൻ്റ് ചെയ്യുന്നുവെങ്കിൽ എ ബാർ അല്ലെങ്കിൽ എ ഡാഷ് എന്നത് 0 എന്ന സിഗ്നൽ ലെവലിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. റൂൾസ് ഇൻ ബൂളിയൻ ആൾജിബ്ര. ബൂളിയൻ ആൾജിബ്ര ഉപയോഗിക്കുമ്പോൾ അതിൽ ഒത്തിരിയേറെ റൂൾസിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ റൂൾസ് എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്തൊക്കെയാണ് റൂൾസ് എന്ന് നമുക്ക് നോക്കാം. വേരിയബിൾസ് യൂസർ ക്യാൻ ഹാവ്
only two values, binary 1 for high and binary 0 for low. ഉപയോഗിച്ച വേരിയബിൾ 0 എന്ന വാല്യൂ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതായത് ഇവിടെ ഉപയോഗിക്കുന്ന വേരിയബിൾസ് 1ഉം 0യും മാത്രമേ ആകാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. കോംപ്ലിമെൻറ്റ് ഓഫ് എ വേരിയബിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ആൻ ഓവർ ബാർ. ദസ് കോംപ്ലിമെൻറ്റ് ഓഫ് വേരിയബിൾ എ ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ കോംപ്ലിമെൻറ്റ്. If a equal to 0, then a complement equal to 1, and a equal to 1, then a complement equal to 0. ഒരു വേരിയബിളിൻ്റെ കോംപ്ലിമെൻറ്റിനെ വേരിയബിളിൻ്റെ ബാർ കൊണ്ടാണ് പ്രതിനിധീകരിക്കുന്നത്. നെക്സ്റ്റ് റൂൾ എന്ന് പറയുന്നത് ലോജിക് ഓറിംഗ് ഓഫ് ദ വേരിയബിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ എ പ്ലസ് സൈൻ ബിറ്റ്വീൻ ദം. ഫോർ എക്സാമ്പിൾ, ഓറിംഗ് ഓഫ് എ ബി സി ഈസ് റെപ്രസെൻറ്റഡ് ആസ് എ പ്ലസ് ബി പ്ലസ് സി. അതായത് വേരിയബിളിൻ്റെ ഓറിംഗ് പ്ലസ് ചിഹ്നത്താലാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. 3 സംഖ്യകൾ എ ബി സി എന്ന 3 സംഖ്യകൾ ഓറിംഗ് ചെയ്യുന്നത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എ പ്ലസ് ബി പ്ലസ് സി എന്നാണ്. ലോജിക്കൽ ആൻഡിങ് ഓഫ് ദ 2 or more വേരിയബിൾ ഈസ് റെപ്രസെൻറ്റഡ് ബൈ റൈറ്റിംഗ് എ ഡോട്ട് ബിറ്റ്വീൻ ദം സച്ച് ആസ് എ ഡോട്ട് ബി ഡോട്ട് സി. 2 അതിലധികമോ വേരിയബിളിൻ്റെ ലോജിക്കൽ ആൻഡിങ് നടത്തുന്നത് അവയ്ക്കിടയിൽ ഒരു ഡോട്ട് എഴുതി പ്രതിനിധീകരിച്ചാണ്. ഉദാഹരണമായി എ ബി സി എന്ന സംഖ്യകളെ ആൻഡിങ് ചെയ്യുമ്പോൾ എ ഡോട്ട് ബി ഡോട്ട് സി എന്നാണ് റെപ്രസെൻ്റ് ചെയ്യപ്പെടുന്നത്. എന്താണ് ബൂളിയൻ ലാസ് എന്ന് നോക്കാം. ആദ്യമായി ആൻഡ് ലാ എന്താണെന്ന് നോക്കാം. ദീസ് ലാസ് യൂസ് the AND operation. Therefore, they are called as AND laws. AND ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ലാകളെയാണ് നമ്മൾ ആൻഡ് ലാ എന്ന് പറയുന്നത്. ഉദാഹരണം നോക്കാം. എ ഡോട്ട് 0 ഈക്വൽ ടു 0, എ ഡോട്ട് 1 ഈക്വൽ ടു എ ഡോട്ട് എ ഈക്വൽ ടു എ ആൻഡ് എ ഡോട്ട് എ ബാർ ഈക്വൽ ടു 0. നെക്സ്റ്റ് വൺ ഈസ് ഓർ ലാ. ദീസ് ലാ use the OR operation. Therefore, they are called as OR laws. OR ഓപ്പറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ലായാണ് നമ്മൾ OR ലാ എന്ന് പറയുന്നത്. എന്താണ് OR ലാ റെപ്രസെൻ്റ് ചെയ്യുന്നത്? എ പ്ലസ് 0 ഈക്വൽസ് എ എന്നും എ പ്ലസ് 1 ഈക്വൽസ് 1 എന്നും എ പ്ലസ് എ ഈക്വൽസ് എ എന്നും എ പ്ലസ് എ ബാർ ഈക്വൽ ടു 1 എന്നുമാണ് OR ലാ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഇൻവേർഷൻ ലാ. This law uses the NOT operation. The inversion law states that double inversion of a variable result in the original variable itself. ഇൻവേർഷൻ ലാ പറയുന്നത് നോട്ട് ഓപ്പറേഷനാണ്. അതായത് ഒരു ഓപ്പറേഷൻ്റെ നെക്സ്റ്റ് ഓപ്പോസിറ്റായിട്ടാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. നെക്സ്റ്റ് ലാ കമ്മ്യൂട്ടേറ്റീവ് ലാ. Any binary operation which satisfies the following expression is referred to as a commutative operation. That means a dot b equal to b dot a or a plus b equal to b plus a. The next one is associative law. This law states that the order in which the logic operations are performed is irrelevant as their effect is the same. That means a dot b dot c equal to a dot b dot c or a plus b plus c equal to a plus b plus c. These are the associative laws. The next one is distributive law. Distributive law states the following conditions. The condition is a dot b plus c equal to a dot b plus a dot c. നെക്സ്റ്റ് ടോപ്പിക് ഈസ് ലോജിക് ഗേറ്റ്സ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സിൻ്റെ ലോജിക് ഗേറ്റ്സിന് സുപ്രധാന പങ്കുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് വിശദമായിട്ട് പഠിക്കാം. ലോജിക് ഗേറ്റ്സ് ആർ ദ ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് എനി ഡിജിറ്റൽ സിസ്റ്റം. It is an electronic circuit having one or more than one input and only one output. The relationship between the input and the output is based on a certain logic. Based on this logic, gates are named as AND gate, OR gate, NOT gate, etc.
അതായത് ഡിജിറ്റൽ സിസ്റ്റത്തിലെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകളെയാണ് നമ്മൾ ലോജിക് ഗേറ്റ്സ് എന്ന് പറയുന്നത്. ഇത് ഒന്നോ അതിലധികമോ ഇൻപുട്ടുകളും ഒറ്റ ഔട്ട്പുട്ട് മാത്രം നൽകുന്ന ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിലുള്ള ബന്ധം ഒരു പ്രത്യേക ലോജിക്കിനെ അടിസ്ഥാനമാക്കി ഉണ്ടാക്കിയതാണ്. ഈ ലോജിക് ഗേറ്റിനെ ബേസ് ചെയ്ത് ലോജിക് ഗേറ്റ്സിനെ പല രീതിയിൽ നമുക്ക് തിരിച്ചിട്ടുണ്ട്. ആൻഡ് ഗേറ്റ്, ഓർ ഗേറ്റ്, നോട്ട് ഗേറ്റ് എന്ന് വിളിക്കുന്നവയെ. മിക്ക ലോജിക് ഗേറ്റുകളും 2 ബൈനറി വാല്യൂസിൻ്റെ ഇൻപുട്ട് എടുക്കുകയും 0 അഥവാ 1 എന്ന ഒറ്റ ഔട്ട്പുട്ട് വാല്യൂ നൽകുകയും ചെയ്യുന്നു. ചില സർക്യൂട്ടുകളിൽ വളരെ കുറച്ച് ലോജിക് ഗേറ്റ്സ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. എന്നാൽ മൈക്രോ പ്രോസസ്സർ പോലെയുള്ള ഉപകരണങ്ങളിൽ ദശലക്ഷത്തിൽ പരം ലോജിക് ഗേറ്റ്സുകൾ ഉണ്ടാകാം. Types of gates. There are different types of logic gates. NOT gate, AND gate, OR gate, NAND gate, NOR gate, XOR gate or exclusive OR gate. ഓരോന്നിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് തന്നെ പഠിക്കാം. NOT gate. A NOT gate accepts one input value and produces one output value. NOT gate is sometimes referred to as an inverter because it inverts the input value. ഒരു ഇൻപുട്ട് വാല്യൂ അക്സെപ്റ്റ് ചെയ്ത് ഒരു ഔട്ട്പുട്ട് വാല്യൂ നൽകുന്ന ഗേറ്റാണ് നോട്ട് ഗേറ്റ്. കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ വിപരീതമാക്കുന്നതിനാൽ നോട്ട് ഗേറ്റിനെ ഇൻവെർട്ടർ എന്ന് വിളിക്കുന്നു. താഴെ കാണുന്ന ചിത്രത്തിൽ നോട്ട് ഗേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ബൂളിയൻ എക്സ്പ്രഷനും നോട്ട് ഗേറ്റിൻ്റെ സിമ്പലും അതിൻ്റെ തന്നെ ട്രൂത്ത് ടേബിളുമാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ് ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയാം. മൂല്യനിർണ്ണയം ചെയ്യപ്പെടുമ്പോൾ ഒരു ബൂളിയൻ വാല്യൂ ഉണ്ടാക്കുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളാൽ ഉപയോഗിക്കുന്ന എക്സ്പ്രഷനെയാണ് നമ്മൾ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത്. ഇവിടെ നോട്ട് ഗേറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്നത് എക്സ് ഈക്വൽ ടു എ ഡാഷ് എന്ന രീതിയിലാണ്. രണ്ടാമത് കാണിച്ചിരിക്കുന്നത് നോട്ട് ഗേറ്റിൻ്റെ സിമ്പലാണ്. അതായത് നമ്മൾ സർക്യൂട്ടുകൾ വരയ്ക്കുമ്പോൾ ഉപയോഗിക്കുന്ന സിമ്പൽ അതിനെയാണ് നോട്ട് ഗേറ്റിൻ്റെ സിമ്പലാണ് ഈ കാണുന്നത്. ഇവിടെ എ എന്ന് പറയുന്നത് ഇൻപുട്ടും എക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ഔട്ട്പുട്ടുമാണ്. എന്താണ് ട്രൂത്ത് ടേബിൾ? ബൂളിയൻ ആൾജിബ്ര, ബൂളിയൻ ഫങ്ഷൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട ലോജിക്കിൽ ഉപയോഗിക്കുന്ന മാത്തമാറ്റിക്കൽ ടേബിളാണ് ലോജിക് ഗേറ്റ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് എ എന്ന ഇൻപുട്ടിൽ ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത്, അതായത് ഇൻപുട്ട് വാല്യൂ ബിറ്റ്സ് 0 or 1 ഏത് ഇൻപുട്ടാണോ കൊടുക്കുന്നത് ആ ഇൻപുട്ടിന് കിട്ടുന്ന ഔട്ട്പുട്ടും ആണ് എക്സ് എന്ന ടേബിളിൽ കാണുന്നത്. ഇത് സൂചിപ്പിക്കുന്ന ടേബിളാണ് ട്രൂത്ത് ടേബിൾ. AND gate. An AND gate accepts 2 input signals and give one output. If the 2 input values for an AND gate is both 1, the output is 1. Otherwise, the output is 0. അതായത് 2 ഇൻപുട്ട് വാല്യൂ സ്വീകരിച്ച് ഒരു ഔട്ട്പുട്ട് നൽകുന്നു ഗേറ്റാണ് ആൻഡ് ഗേറ്റ്. ഇതിൽ 2 ഇൻപുട്ട് വാല്യൂ ഹൈ അല്ലെങ്കിൽ 1 ആകുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് വാല്യൂ ഹൈ ആകുന്നത്. ഇവിടെ 2 ഇൻപുട്ട് വാല്യൂ അല്ലെങ്കിൽ ഏതെങ്കിലും 1 ഇൻപുട്ട് വാല്യൂ 0 ആകുന്നുവെങ്കിൽ ഔട്ട്പുട്ട് വാല്യൂ 0 ആകുന്നു. ഈ കാര്യങ്ങൾ നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കി മനസ്സിലാക്കാവുന്നതാണ്. ബൂളിയൻ ഇതിൽ ആൻഡ് ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എ ഡോട്ട് ബി ആണ്. എയും ബിയും ഇൻപുട്ട്സ് ആണ്. ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ ഡോട്ട് ബിയും. അതിൻ്റെ സിമ്പിൾ കാണാം. ട്രൂത്ത് ടേബിളിൽ ഓരോ ഇൻപുട്ടിനും അനുസരിച്ചുള്ള ഔട്ട്പുട്ട് എന്താണെന്ന് നമുക്ക് ട്രൂത്ത് ടേബിൾ നോക്കി മനസ്സിലാക്കാൻ കഴിയും. ഓർ ഗേറ്റ്. If the 2 input values are both 0, the output value is 0. Otherwise, the output is 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് വാല്യൂ 0 ആകുമ്പോൾ ഔട്ട്പുട്ട് വാല്യൂ 0 ആകുന്ന ഗേറ്റാണ് ഓർ ഗേറ്റ്. മറ്റെല്ലാ അവസ്ഥയിലും ഔട്ട്പുട്ട് വാല്യൂ ഹൈ ആയിരിക്കും. ഹൈ അഥവാ 1 ആയി മാറുന്നു. അതിൻ്റെ സിമ്പലും ട്രൂത്ത് ടേബിളും നമുക്ക് ചിത്രത്തിൽ കാണാവുന്നതാണ്. ഇതിൻ്റെ ബൂളിയൻ ഓർ ഗേറ്റിൻ്റെ ബൂളിയൻ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് എക്സ് ഈക്വൽ ടു എ പ്ലസ് ബി ആണ്. NAND and NOR gate. The NAND and NOR gates are essentially the opposite of the AND and OR gates respectively. They are also called universal gates.
ആൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും ഓപ്പോസിറ്റായി പ്രവർത്തിക്കുന്ന ഗേറ്റുകളാണ് നാൻഡ് ഗേറ്റ് അഥവാ നാൻഡ് ഗേറ്റ് ആൻഡ് നോട്ട് ഗേറ്റ്. ഈ ഗേറ്റുകളെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്നാണ് വിളിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ആൻഡ് ഗേറ്റും ഓർ ഗേറ്റും ഉപയോഗിച്ച് മറ്റെല്ലാ ഗേറ്റുകളും നമുക്ക് ആൻഡ് ഗേറ്റ് അല്ല, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും ഉപയോഗിച്ച് മറ്റെല്ലാ ഗേറ്റുകളും നമുക്ക് നിർമ്മിക്കാൻ കഴിയും. അതുകൊണ്ട് നാൻഡ് ഗേറ്റിനെ നോർ ഗേറ്റിനെ നമ്മൾ യൂണിവേഴ്സൽ ഗേറ്റ്സ് എന്ന് വിളിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് നാൻഡ് ഗേറ്റിൻ്റെയും ഓർ ഗേറ്റിൻ്റെയും ബൂളിയൻ എക്സ്പ്രഷനും സിമ്പിൾസും ട്രൂത്ത് ടേബിളുമാണ്. അടുത്തത് XOR ഗേറ്റ് ഓർ എക്സ്ക്ലൂസീവ് OR ഗേറ്റ്. An XOR gate produces 0 output if its two inputs are the same and 1 otherwise. അതായത് രണ്ട് ഇൻപുട്ട് വാല്യൂ ഒരുപോലെ വരുമ്പോൾ മാത്രമാണ് ഔട്ട്പുട്ട് വാല്യൂ 0 ആകുന്നത്. അല്ലാത്ത പക്ഷം ഔട്ട്പുട്ട് എപ്പോഴും ഹൈ ഓർ 1 ആയിത്തിരിക്കുന്നു. ബൂളിയൻ എക്സ്പ്രഷൻസ് കാണാം. ലോജിക് സിമ്പിൾസ് എന്താണെന്ന് ട്രൂത്ത് ടേബിൾ എന്ന തന്നെ ചിത്രത്തിൽ നിന്ന് കാണാവുന്നതാണ്. ഇലക്ട്രോണിക് രംഗത്ത് വിപ്ലവം തന്നെ സൃഷ്ടിച്ച അടുത്ത ഒരു ഉപകരണമാണ് കമ്പോണൻ്റാണ് IC, ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്. An integrated circuit, sometimes called a chip or microchip, is a semiconductor wafer on which thousands or millions of tiny resistors, capacitors, and transistors are fabricated. ICs are now used in virtually all electronic equipments and have revolutionized the world of electronics. ഒരു ചിപ്പ് അല്ലെങ്കിൽ മൈക്രോ ചിപ്പ് എന്ന് വിളിക്കുന്ന സെമി കണ്ടക്ടർ വേഫറാണിത്. ഇതിൽ ആയിരക്കണക്കിന് അല്ലെങ്കിൽ ദശലക്ഷക്കണക്കിന് റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ്, ട്രാൻസിസ്റ്റേഴ്സ് കൊണ്ട് നിർമ്മിച്ചവയാണ്. ഉദ്ദേശിച്ച ആപ്ലിക്കേഷനെ ആശ്രയിച്ച് ICകളെ അനലോഗ് IC എന്നും ഡിജിറ്റൽ IC എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്നത് വിവിധതരം ICകളുടെ ചിത്രങ്ങളാണ്. യൂസസ് ഓഫ് IC. എന്തൊക്കെയാണ് ICയുടെ യൂസസ് നമുക്ക് നോക്കാം. നമുക്കറിയാവുന്നതാണ് IC വളരെയേറെ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതിൽ ചിലത് മാത്രമെന്ന് നമുക്ക് പറയാം. An IC is used as an amplifier, oscillator, timer, counter, computer memory or microprocessor. Computer, mobile phones and other digital home appliances are now inextricable parts of the structure of modern societies, made possible by the small size and low cost of ICs. അതായത് പ്രധാനമായും IC ഉപയോഗിക്കുന്നത് ആംപ്ലിഫയറായോ ഓസിലേറ്ററായിട്ടോ ടൈമറായിട്ടോ കൗണ്ടറായിട്ടോ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന മെമ്മറി ആയിട്ടോ മൈക്രോ പ്രോസസ്സറായിട്ടോ ഒക്കെയാണ്. കമ്പ്യൂട്ടറിലോ മൊബൈൽ ഫോണിലോ മറ്റു ഡിജിറ്റൽ വീട്ടുപകരണങ്ങൾ ഇപ്പോൾ ആധുനിക സമൂഹത്തിൻ്റെ ഘടനയുടെ തന്നെ അഭേദ്യമായ ഭാഗങ്ങളാണ് അല്ലേ. ചെറുതും വില കുറഞ്ഞതുമായ ICയുടെ സഹായത്താലാണ് ഇത് സാധ്യമാകുന്നത്. Types of IC: Analog IC and Digital IC. Analog IC. Analog ICs are continuously variable output that depend on the input signal level. Analog ICs are used as audio frequency and radio frequency amplifiers. അതായത് ഇൻപുട്ട് സിഗ്നൽ ലെവലിനെ ആശ്രയിച്ച് അനലോഗ് ICക്ക് കണ്ടിന്യൂസ് വേരിയബിൾ ഔട്ട്പുട്ട് ഉണ്ട്. അതായത് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് കൈവരിക്കാൻ അനലോഗ് ICക്ക് കഴിയും. സാധാരണയായി അനലോഗ് IC ഓഡിയോ ഫ്രീക്വൻസി, റേഡിയോ ഫ്രീക്വൻസി ആംപ്ലിഫയറുകളിലാണ് ഉപയോഗിക്കുന്നത്. ഡിജിറ്റൽ IC. Digital IC operate at only a few defined levels of states rather than over a continuous range of signal amplitudes. അതായത് സിഗ്നൽ ആംപ്ലിറ്റ്യൂഡുകളുടെ കണ്ടിന്യൂസ് റേഞ്ചിന് പകരം നിർവചിക്കപ്പെട്ട കുറച്ച് ലെവലുകളിൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ മാത്രമേ ഡിജിറ്റൽ IC പ്രവർത്തിക്കുകയുള്ളൂ. ലോ, ഹൈ എന്നിങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ മാത്രമുള്ള ബൈനറി ഡേറ്റ ആയി പ്രവർത്തിക്കുന്ന ഡിജിറ്റൽ ICകളുടെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകൾ ലോജിക് ഗേറ്റ്സ് ആണ്.
അടുത്തത് അഡ്വാൻറ്റേജസ് ഓഫ് ഐ സിയുടെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സ്മോൾ സൈസാണ്, ലെസ് വെയ്റ്റാണ്, മോർ റിലയബിളാണ്. സ്മോൾ സൈസ് ആയതുകൊണ്ട് ലോ പവർ കൺസ്യൂംഷനാണ്, ഈസിലി റീപ്ലേസ് ചെയ്യാൻ കഴിയുന്നു. ഇവയൊക്കെയാണ് പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ്. ഇനി എന്തൊക്കെയാണ് ഐ സിയുടെ ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് നോക്കാം. കോയിൽസ് ഓർ ഇൻഡിക്കേറ്റേഴ്സ് കനോട്ട് ബി ഫാബ്രിക്കേറ്റഡ്. അതായത് കോയിൽസോ ഇൻഡക്ടറോ ഉൾക്കൊള്ളാൻ ഐ സിക്ക് പറ്റില്ല. രണ്ടാമത്തത് ഇറ്റ് ക്യാൻ ബി ഹാൻഡിൽ ഓൺലി ലിമിറ്റഡ് എമൗണ്ട് ഓഫ് പവർ. പരിമിതമായ പവറിൽ മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയൂ. അടുത്ത ഡിസ്അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് PNP അസംബ്ലി ഈസ് നോട്ട് പോസിബിൾ. ഹൈ ഗ്രേഡ് PNP അസംബ്ലി സാധ്യമല്ല. അടുത്തത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ബി അച്ചീവ്ഡ് ലോ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റ് നേടാൻ പ്രയാസമാണ്. മറ്റൊരെണ്ണം നോയ്സ് കുറഞ്ഞ ഹൈ വോൾട്ടേജ് ഓപ്പറേഷനിൽ പ്രവർത്തിക്കുന്നില്ല. ഇതൊക്കെയാണ് ഐ സിയുടെ പ്രധാനപ്പെട്ട ഡിസ്അഡ്വാൻറ്റേജസ്. നമ്മളിന്ന് പഠിച്ച ഈ വീഡിയോയിൽ ഡിജിറ്റൽ ഇലക്ട്രോണിക്സിനെ കുറിച്ചും അവയിൽ ഉൾപ്പെടുന്ന നമ്പർ സിസ്റ്റം, ബൂളിയൻ ആൾജിബ്ര, ലോജിക് ഗേറ്റ്സ്, പിന്നെ ഐ സി എന്നിവയെക്കുറിച്ചുമാണ് പഠിച്ചത്. ഇതെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം ഈ വീഡിയോ ആസ്വദിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി.